ഇംഗ്ലീഷ് പരമ്പരയിൽ ആരംഭിച്ച് ദക്ഷിണാഫ്രിക്കൻ സീരീസ് വരെ ഇതിനിടെ ഒരു കളി പോലും തോൽക്കാതെ ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടധാരണം. കാലിടറിയത് ഓസീസിനെതിരെ മാത്രം. ഏകദിന ക്രിക്കറ്റിൽ 2025 ഇന്ത്യയെ സംബന്ധിച്ച് മികച്ചൊരു വർഷമായിരുന്നു. 2024 ശ്രീലങ്കയോട് നാണം കെട്ട ഇന്ത്യയുടെ തിരിച്ചുവരവ് കണ്ട വർഷം. പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ശുഭ്മാൻ ഗില്ലിനെയും സംഘത്തെയും വരവേൽക്കാനൊരുങ്ങുന്നത് ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയാണ്. സ്വന്തം തട്ടകത്തിൽ 3 മത്സര സീരീസ്. ഫെബ്രുവരിയിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന T20 ലോകകപ്പ് നടക്കാനിരിക്കെ കിവീസ് പര്യടനത്തിൽ സുപ്രധാന മാറ്റങ്ങളോടെയാകും ഇന്ത്യ ഇറങ്ങുക. ജനുവരി 11 ഗുജറാത്തിലെ BCA സ്റ്റേഡിയത്തിലാണ് പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. തുടർന്ന് 14 രാജ്കോട്ടിലും 18 ഇൻഡോറിലുമായാണ് മറ്റ് ഏകദിന മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ന്യൂസിലാൻഡിനെതിരായി T20 ടീമിനെ നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ വൺഡേ സ്ക്വാഡിനെയാണ് ഇനി തീരുമാനിക്കാനുള്ളത്. ജനുവരി ആദ്യവാരം ടീം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. T20 ലോകകപ്പ് മുന്നിൽ നിർത്തി ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ എന്നീ താരങ്ങൾക്ക് വിശ്രമം നൽകുമെന്നാണ് സൂചനകൾ. ലോകകപ്പിൽ ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർമാരെ പ്രതീക്ഷിക്കുന്ന ഇരുവരെയും സേഫാക്കാനാകും ടീം മാനേജ്മെന്റ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രം കളിക്കുന്ന പാണ്ഡ്യ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഒരു വൺഡേ സീരീസിൽ പോലും ഭാഗമായിട്ടില്ല. പരിക്കിനും റീഹാബിനും ശേഷം ദീർഘകാലത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കൻ 2020 സീരീസിലേക്ക് മടങ്ങിയെത്തിയ ഓൾറൗണ്ടർ മികച്ച പെർഫോമൻസാണ് പുറത്തെടുത്തത്. വരാനിരിക്കുന്ന ലോകകപ്പിൽ ബുംറയുടെ സ്പെൽ ഇന്ത്യക്ക് ഏറെ നിർണായകമാണ്. ഇതിനാൽ കിവീസിനെതിരായ ഏകദിന ടീമിലേക്ക് താരത്തെ മടക്കിക്കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ്. പോയ ഏകദിന ലോകകപ്പിലാണ് ബുംറ അവസാനമായൊരു വൺഡേ കളിച്ചത്. ടെസ്റ്റിൽ ഉൾപ്പെടെ കളിക്കുന്നതിനാൽ താരത്തിൻ്റെ ജോലിഭാരം BCCI സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വൺഡേ സീരീസിൽ കളിക്കാതിരുന്ന ഇന്ത്യൻ പേസർ T20 ടീമിലേക്കാണ് മടങ്ങിയെത്തിയിരുന്നത്. അതേസമയം നിലവിൽ നടന്നുവരുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ വരും മത്സരങ്ങളിൽ ഹാർദിക് പാണ്ഡ്യ ബറോഡക്കായി കളത്തിലിറങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ദേശീയ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റ് നിർബന്ധമായും കളിച്ചിരിക്കണമെന്ന് BCCIയുടെ നിർദ്ദേശമുള്ളതിനാൽ പാണ്ഡ്യയ്ക്ക് മാത്രമായി ഇളവ് നൽകാനാകില്ല. ഹാർദിക് പാണ്ഡ്യ ജനുവരി 3 നടക്കുന്ന ബറോഡയുടെ ഗ്രൂപ്പ് മത്സരത്തിലേക്കാകും പങ്കെടുക്കുക. നിലവിൽ ഡൽഹിക്കായി 2 വിജയ് ഹസാരെ ട്രോഫിയിൽ കളത്തിലിറങ്ങിയ വിരാട് കോഹ്ലി ജനുവരി 6 റെയിൽവേസിനെതിരായ മത്സരത്തിലും കളിച്ചേക്കും. തുടർന്ന് ന്യൂസിലൻഡിനെതിരായ പരമ്പരയ്ക്കായി ദേശീയ ടീമിനൊപ്പം ചേരും. കോഹ്ലിയുടേതിന് സമാനമായി 2 വിജയ് ഹസാരെ മത്സരങ്ങളിലാണ് രോഹിത് ശർമ്മയും പാടണിഞ്ഞത്. സീസണിൽ രോഹിതിൻ്റെ ആഭ്യന്തര ഡ്യൂട്ടി അവസാനിച്ചതായി മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പറഞ്ഞിരുന്നു. ഇതോടെ വരാനിരിക്കുന്ന ഏകദിന പരമ്പരയിലാകും രോഹിതിനെ ഇനി കാണാനാകുക. അടുത്തിടെ അസുഖബാധിതനായി വിശ്രമത്തിലായിരുന്ന യശസ്വി ജയ്സ്വാൾ 2 ദിവസത്തിനകം മുംബൈ ടീമിനൊപ്പം ചേർന്നേക്കും. ഏകദിന ടീം സെലക്ഷന് മുന്നോടിയായി ജയ്സ്വാൾ വിജയ് ഹസാരയിൽ കളിക്കും. സൂര്യകുമാർ യാദവ്, ശിവൻ ദുബെ എന്നിവരും വരും ദിവസങ്ങളിൽ ടീമിനൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസിലാൻഡ് പര്യടനത്തിലൂടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗിൽ മടങ്ങിയെത്തുമെന്നാണ് മറ്റൊരു സുപ്രധാന മാറ്റം. മോശം ഫോമിനെ തുടർന്ന് താരത്തെ T20 ലോകകപ്പ് ടീമിൽ നിന്ന് മാറ്റിയിരുന്നു. പരിക്കിനെ തുടർന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന സീരീസിൽ ഗിൽ കളിച്ചിരുന്നുമില്ല. പകരം KL രാഹുലായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തത്. ഉപനായകൻ ശ്രേയസ് അയ്യരുടെ മടങ്ങിവരവാണ് ആരാധകർ കിവീസ് പര്യടനത്തിൽ ഉറ്റുനോക്കുന്ന സുപ്രധാന മാറ്റം. ഒക്ടോബറിൽ നടന്ന ഓസീസ് പര്യടനത്തിനിടെയാണ് അയ്യർക്ക് വയറിന് പരിക്കേറ്റത്. തുടർന്ന് താരത്തിന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയും നഷ്ടമായിരുന്നു. നിലവിൽ ബംഗളൂരുവിലെ സെന്റർ ഫോർ എക്സലൻസിൽ പരിശീലനം നടത്തുന്ന ഇന്ത്യൻ ഏകദിന ഉപനായകൻ ജനുവരിയിൽ വിജയ് ഹസാരെ കളിക്കാൻ മുംബൈ ടീമിനൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുകയെന്ന പ്രധാന കടമ്പയാണ് ശ്രേയസിന് മുന്നിലുള്ളത്. എന്നാൽ ശ്രേയസിന്റെ മടങ്ങിവരവ് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏകദിനത്തിൽ 2ാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി നിലവിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഋഷഭ് പന്തിന് പുറമെ ഇഷാൻ കിഷൻ, ധ്രുവ് ജുറേൽ എന്നിവരാണ് അവകാശവാദം ഉന്നയിച്ച് രംഗത്തുള്ളത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മിന്നും ഫോമിൽ ബാറ്റ് വീശിയ കിഷൻ നടന്നുവരുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ ജാർഖണ്ഡിനായി സെഞ്ചുറിയുമായി വരവറിയിച്ചിട്ടുണ്ട്. 6ാം നമ്പറിൽ ക്രീസിലെത്തി നേടിയ ശതകത്തിലൂടെ ടോപ്പ് ഓർഡറിൽ മാത്രമല്ല ഏത് സ്ഥാനത്ത് കളിക്കാൻ തയ്യാറാണെന്ന് കൂടിയാണ് കിഷൻ പറയാതെ പറഞ്ഞത്. അടുത്തിടെ സമാപിച്ച മുഷ്താഖ് അലി ട്രോഫിയിൽ ലീഡിംഗ് റൺ സ്കോററായ താരം ജാർഖണ്ഡിൻ്റെ കിരീട നേട്ടത്തിലും നിർണായക റോൾ വഹിച്ചിരുന്നു. നിലവിൽ 24 രാജ്യാന്തര ഏകദിന മത്സരങ്ങളിൽ നിന്നായി 42 ബാറ്റിംഗ് ആവറേജിൽ 933 റൺസാണ് ഇഷാൻ കിഷന്റെ സമ്പാദ്യം. 27 മാച്ചിൽ 33 ആവറേജിൽ 871 റൺസാണ് ഋഷഭ് പന്തിന്റെ ട്രാക്ക് റെക്കോർഡ്. 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയുമാണ് കിഷാന്റെ അക്കൗണ്ടിലുള്ളതെങ്കിൽ 1 ശതകവും 5 50യുമാണ് പന്തിന്റെ നേട്ടം. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടക്കം നേടി വിസ്മയിപ്പിച്ച കിഷന് ഏകദിനത്തിൽ സ്ഥിരമായ അവസരം ലഭിച്ചിരുന്നില്ല. ബോർഡുമായുള്ള പ്രശ്നങ്ങളാകാം ഒരുപക്ഷേ ഇതിന് കാരണം. T20 ലോകകപ്പ് ടീമിലേക്ക് സർപ്രൈസായി ഇടം പിടിച്ച ഇഷാൻ കിഷൻ ദീർഘനാളുകൾക്ക് ശേഷം ഏകദിന സ്ക്വാഡിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ സമീപകാലത്ത് തകർപ്പൻ ഫോമിലുള്ള ധ്രുവ് ജുറേലും ഏകദിന ടീമിലേക്കുള്ള വിളിക്കായി കാത്തിരിക്കുകയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഉത്തർപ്രദേശ് ജേഴ്സി അണിയുന്ന ജുറേൽ കരുത്തരായ ബറോഡയ്ക്കെതിരെ ഇന്നലെ സെഞ്ചുറി അടിച്ച ടീമിന്റെ വിജയശില്പിയായിരുന്നു. ആദ്യ മാച്ചിൽ 80ഉം 2ാം മാച്ചിൽ 60യും അടിച്ചെടുത്ത ജുറേൽ 3ാം മാച്ചിൽ സെഞ്ചുറിയുമായി സ്ഥിരതയോടെയാണ് ബാറ്റ് വീശുന്നത്. 3 ഇന്നിംഗ്സുകളിൽ നിന്നായി നേടിയത് 307 റൺസ്. കിഷാനെയോ ജുറേലിനെയോ ഏകദിന സ്ക്വാഡിലേക്ക് പരിഗണിച്ചാൽ 3 ഫോർമാറ്റിലേക്കും ഒരു കാലത്ത് പ്രതീക്ഷയർപ്പിച്ച പന്തിൻ്റെ റോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമായി ഒതുങ്ങുന്നതും കാണേണ്ടി വരും.
ആഭ്യന്തര ക്രിക്കറ്റാണ് ദേശീയ ടീമിലേക്കുള്ള വാതിൽ. പരിശീലകൻ ഗൗതം ഗംഭീറും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗർക്കറും ആവർത്തിക്കുന്ന കാര്യമാണിത്. വിജയ് ഹസാരെ ട്രോഫിയിലെ മിന്നും ഫോം പരിഗണിച്ച് ദേശീയ ടീമിലേക്ക് ആരൊക്കെ എത്തും? സർപ്രൈസ് പേരുകൾ ഉണ്ടാകുമോ? നോക്കാം.